അടുത്ത എല്ലാവരും പറഞ്ഞ് മേടിച്ചാണ് മാക്കിൻ്റെ റൂബി വൂ ഫസ്റ്റാണ് കമത്തുന്നൊക്കെ പറഞ്ഞ് മേടിച്ചാണ്. ഇത് മേടിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ പ്രിൻറ്റോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞാൽ അത്ര വോർത്തല്ലാത്ത കുറച്ച് പ്രോഡക്ട്സിനെ പറ്റി സംസാരിക്കാനാണ്. എനിക്ക് എൻ്റെ പൈസ പോയി എന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ബോബി ബ്രൗണിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ അല്ല, ഈ ഒരു കൺസീലറാണ്. ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷൻ അടിപൊളിയാണ്, പക്ഷേ ഈ ഒരു കൺസീലർ എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ 3450 രൂപയാണ് ഈ ഒരു ചെറിയ ബോട്ടിലിൻ്റെ വില വരുന്നത്. അതിനുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം കൺസീലർ വന്നിട്ട് നോൾ സ്റ്റാർട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രൈസ് റേഞ്ചിലുള്ള കൺസീലറാണ്. ഇത് നമുക്ക് അത്ര വർത്തായിട്ട് തോന്നിയില്ല. ഒരു എന്താ പറയുക, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൺസീലർ ഇട്ടൊന്ന് പുറത്ത് പോകണം, ആദ്യം ഫൗണ്ടേഷൻ മേക്കപ്പ് ഒന്നും കൊടുക്കാതെ കൺസീലർ മാത്രം ഇട്ടൊന്ന് പുറത്ത് പോകണമെന്ന് വെച്ചോ. അപ്പോൾ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റിക്കി ടൈപ്പ് എന്താ എനിക്കത്ര ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. ഈവൻ ഒട്ടുമിക്ക എല്ലാ ഫൗണ്ടേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിന്നാണ് എൻ്റെ. എന്നിട്ട് പോലെ എനിക്കത് അത്ര ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കുക, ബ്ലെൻഡ് ആവാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഇത് ആ മണിക്ക് ഇല്ല. കാരണം ഇത് ഞാൻ ഈവൻ എനിക്കാണേലും ബ്രൈഡ്സിനാണേലും ഈ ഒരു കൺസീലർ ഞാൻ യൂസ് ചെയ്യാറില്ല അധികം. പിന്നെ അവരുടെ സ്കിൻ ഷെയ്ഡിന് ചേർന്ന് പോകുന്ന ഇതാണെങ്കിലും മറ്റ് ഫൗണ്ടേഷൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറേ ഉള്ളൂ. പക്ഷെ അത്ര മണി വോർത്തല്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ ഫീൽ ചെയ്ത്. ബോബി ബ്രൗണിൻ്റെ മറ്റ് പ്രോഡക്റ്റ്സ് എല്ലാം നല്ലതാണ്, പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബോക്സിൻ്റെ 116 ml വരുന്ന ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന് മേടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ അടപ്പങ്ങ് പോയി കേട്ടോ. 2300 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും, അവർക്കെല്ലാം കംഫോർട്ടബിൾ ആയിരിക്കും. എനിക്കിത് അത്ര കംഫോർട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഇത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എന്താ ഫൗണ്ടേഷൻ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കണ പോലെ ഒരു ഫീല് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പാണിനകത്ത് നാരങ്ങാനീരൊക്കെ ഒഴിക്കുന്ന പോലെ അങ്ങനെ എന്തോ ഒരു എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാറില്ലാത്ത, ഇതുവരെ ഒട്ടും യൂസ് ചെയ്തിട്ടില്ലാത്തൊരു സെറ്റിംഗ് സ്പ്രേ ആണിത്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്, എറണാകുളത്തുള്ള നൈക്ക ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. എനിവേ എനിക്കിത് അത്ര വർത്തായിട്ട് തോന്നിയിട്ടില്ല. അടുത്ത് വന്നിട്ട് ചാർലറ്റ് ടിൽബറിയുടെ മാജിക് ക്രീം എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. ഇത് എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് പറയുന്ന ഒരു ക്രീമാണ് കേട്ടോ. എനിക്കിത് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. ഒട്ടുമിക്ക ലക്ഷറി ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് എസൻഷ്യൽ, കാമ, അതുപോലെ തന്നെ എന്താണ് ഒട്ടുമിക്ക ഹൈ എൻഡ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ്, ഇത് എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. 15 ml ബോട്ടിലിന് വരുന്ന 2550 രൂപയാണ് ഇതിൻ്റെ വില. ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്കുള്ളൊരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. എന്നിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിത് പൊള്ളിയ പോലെയൊക്കെ ചെറുതായിട്ട് വന്ന് ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ചാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് അവരുടെ ഒരു പ്രോഡക്റ്റ് ഞാനിത് കണ്ണടച്ച് വാങ്ങിയത് കേട്ടോ. അത്ര ഒരു എമൗണ്ട് മുടക്കി, പക്ഷേ അതിനുള്ളതൊന്നും എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ അവരുടെ ലിപ് ഗ്ലോസും എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2-3-4 പ്രോഡക്റ്റ് ഫൗണ്ടേഷൻ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ സ്കിന്നിന് അത്ര ആപ്റ്റ് അല്ല, വേറുള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും. എനിവേ ഇത് ഞാനിപ്പം കയ്യിലും കാലിലും എല്ലാം തേച്ച് തീർക്കുവാണ് കേട്ടോ. ഞാൻ ഒട്ടുമിക്ക ലക്ഷറീസ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും വാങ്ങി ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരാൾ വന്ന് ചോദിക്കുക, ചേച്ചി ഈ മോയ്സ്ചറൈസർ നല്ലതാണോ, അല്ലെങ്കിൽ എന്താ ഇത് ഈ സ്കിന്നിന് പറ്റുമോ, നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റിയ പ്രോഡക്ട്സ് മാക്സിമം വാങ്ങി യൂസ് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഓയിലി സ്കിന്നുള്ളവർ, ഡ്രൈ സ്കിന്നുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് നോളജ് നമുക്ക് കിട്ടുവാണ്. അത് ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം പ്രോഡക്റ്റ് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റീസെൻ്റ്ലി ഞാൻ വാങ്ങിയതാണ് എസ്റ്റീ ലോഡറിൻ്റെ റീവൈറ്റലൈസിങ് സുപ്രീം എന്ന് പറഞ്ഞൊരു ക്രീം കേട്ടോ. ഇത് ഹൈലി എക്സ്പെൻസീവ് ആണ്. എന്തോരം ഉണ്ടെന്ന് നോക്കണം. 7 ml ഈ ഒരു ബോട്ടിന് 1800 2000 രൂപയോളം വില വരുന്നുണ്ട്. അതിനുള്ള സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് എനിക്ക് കുരുകുരാന്നൊരു സൈസ് പിമ്പിൾസ്, അലർജി പോലെയൊക്കെ എനിക്ക് തോന്നി. അത് ഞാൻ യൂസ് ചെയ്യൽ നിർത്തി കേട്ടോ. ഞാൻ ഇപ്പോൾ കയ്യിലും കാലിലും മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എസ്റ്റീ ലോഡറിൻ്റെ മറ്റ് ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒട്ടുമിക്ക ബ്രാൻഡിന് വേറെയും പ്രോഡക്റ്റ്സ് ഉണ്ട്, അതെല്ലാം നല്ലതാണ്. ഞാൻ കാർഡടച്ച് വെടിവെക്കുന്നതല്ല കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അടുത്തായിട്ട് മാക്കിൻ്റെ ഈ ഒരു ഐബ്രോ ജെല്ല്,
എൻ്റെ പൊന്നെ, ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇപ്പം ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഒക്കെ എന്തേലും കാണിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും എനിക്ക് ഐബ്രോസ് ചിലപ്പം കോംബ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഇതിൻ്റെ ഈ സാധനം വെച്ചിട്ട് ഒതുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിന് ഈ ഒരു ഷെയ്ഡ് അത്ര എല്ലാവർക്കും പറ്റിയ ഷെയ്ഡാന്നൊക്കെ പറഞ്ഞ് മേടിച്ചാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഐബ്രോസിൽ ഒരു എക്സ്ട്രാ ഒരു ബ്രൗൺ കളറ് ഇത് കുഴഞ്ഞ് ചമ്മന്തി പോലെ ഇരിക്കും. ഇത് ഒട്ടും പറ്റില്ല കേട്ടോ ഈ സാധനം. ഒരു ബ്രൈഡിന് പോലും അല്ലെങ്കിൽ എനിക്കോ ഒന്നും ഞാൻ കാര്യമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. വെറും വേസ്റ്റ് ഓഫ് മണിയാണ്. 2500 രൂപ പോയി. എൻ്റെ 1350 രൂപ പോയി ഇത് മാക്കിൽ. അടുത്ത എല്ലാവരും പറഞ്ഞ് മേടിച്ചാണ് മാക്കിൻ്റെ റൂബി വൂ ഫസ്റ്റാണ് കമത്തുന്നൊക്കെ പറഞ്ഞ് മേടിച്ചാണ്. ഇത് മേടിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കരാന്നിരിക്കും. ഒരു വക ടെക്സ്ചറാണ്. അത് മാത്രമല്ല എനിക്ക് അതിൻ്റെ ആ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് ഞാൻ നൈക്കിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഇതുവരെ മേടിച്ചിട്ട് ഒരു യൂസും ഇല്ലാന്ന് തോന്നിയൊരു സാധനമാണ് ഇത്. മറ്റ് ഹൈ എൻഡ് ബ്രാൻഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വില ആകുന്നേ ഉള്ളൂ ലിപ്സ്റ്റിക്കിനൊക്കെ. ഇതിനും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിനും എസ്പെഷ്യലി നമ്മുടെ സെഫോറയുടെ ലിപ്സ്റ്റിക്കിന് എനിക്കൊന്നും ഇത്ര വിലയൊന്നും ആവുന്നില്ല. എന്നിട്ട് പോലും അവർ നല്ല ക്വാളിറ്റി നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്കിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രൈസ് വാങ്ങുന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി ക്വാളിറ്റി നമുക്ക് കിട്ടേണ്ടതാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ ലിപ്സ്റ്റിക്ക്. പക്ഷേ മാക്കിൻ്റെ മറ്റേ റെട്രോമാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട്, അത് അടിപൊളിയാണ്. പക്ഷേ ഇത് ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ മാത്രം ഇതിനകത്ത് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. 1250 രൂപയാണ് ഈ ഒരു മിനി ലിപ്സ്റ്റിക്കിന് വരുന്നത്. എന്ത് ഇരുന്നിട്ടാണോ എന്തോ. അടുത്തത് മാക്കിൻ്റെ അഡാർ ഫ്ലോപ്പായിട്ടൊരു സാധനമാണ് മാക് ഡാസിൽ ഷാഡോ ലിക്വിഡ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുമ്പോഴൊക്കെ രസമാണ്. ഇത് കണ്ടോ, ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. പക്ഷേ മേക്കപ്പിൻ്റെ കൂടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റായിരിക്കും. എനിക്ക് ഒട്ടും ഇത് വെച്ചിട്ട് ഐ ഷാഡോ എനിക്ക് ഒരു സക്സസ് ആയിട്ട് വന്നിട്ടില്ല ഈ ഒരു സാധനം യൂസ് ചെയ്ത്. ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കളയാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റിനോ എന്തെങ്കിലുമൊക്കെ ഒരു തിളക്കം യൂസ് ചെയ്യണമെന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ കളയാണ്ട് വെച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും കാണിക്കാമെന്ന് വെച്ചാൽ ഇതും അടാർ ഫ്ലോപ്പാണ്. ഇതിന് 12,000 രൂപ മുകളിലാവുന്നതാണ്. എന്തിനാ ഇങ്ങനത്തെ പ്രോഡക്ട്സ് വിൽക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം ഒക്കെ അടിപൊളി പ്രോഡക്റ്റാണ്. റെട്രോമാറ്റ് ലിപ്സ്റ്റിക്ക് നല്ലതാണ്. മാക്കിൻ്റെ ഫൗണ്ടേഷൻ കൊള്ളാം. അതുപോലെ കോമ്പാക്ട് പൗഡർ അടിപൊളിയാണ്. പിന്നെ ഐ ഷാഡോ പാലറ്റ് കിഡിലനാണ്. അങ്ങനെ കുറേ നല്ല പ്രോഡക്റ്റ് ഉണ്ട് മാക്കിന്. പക്ഷേ ഈ ഒരു സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും പുറത്തായിട്ട് തോന്നിയിട്ടില്ല. അവിടെ കിടക്കട്ടെ. പിന്നെ അടുത്ത് വന്നിട്ട് ഖാദിയുടെ സ്കിൻ ടോണർ 238 രൂപയ്ക്ക് 2 എണ്ണം കിട്ടി എനിക്ക് നൈക്കിന്ന്. പക്ഷേ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാൻ പറ്റിയില്ല. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് പുകയുന്ന ഫീലാട്ടോ. എനിക്കത് അത്ര കംഫോർട്ടായിട്ട് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല എനിക്കിതിൻ്റെ ബോട്ടിൽ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഒഴിച്ചെടുക്കണം. അതും പോരാഞ്ഞിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സുഖവുമില്ല. അതുകൊണ്ടും ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. കയ്യിലും കാലിലും ഒക്കെ തൂത്ത് തീർക്കാമെന്ന് വെച്ചിരിക്കുന്നു. ഇത് ഒന്നിനും മേലാത്ത കുറച്ച് പ്രോഡക്റ്റാണ്. ഐബ്രോ ജെല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി എന്ത് ചെയ്യാനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റും കേട്ടോ. റിസർച്ച് എന്തോരം ചെയ്താലും ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കാണും നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ എന്നാൽ കൂടി യൂസർ റിവ്യൂ അത് നോക്കണം. പിന്നെ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചിലപ്പം പറ്റില്ലാത്ത പ്രോഡക്റ്റ്സ് വേറൊരാൾക്ക് കുഴപ്പമില്ലായിരിക്കും കേട്ടോ. അപ്പോൾ യൂസർ റിവ്യൂ നോക്കിയിട്ടും കാര്യമില്ല. കുറേ ഫ്ലോപ്പുകളൊക്കെ പറ്റും നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിവേ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.